ശുശ്രൂഷയ്ക്ക് ഒരു തന്മയത്വം ഉണ്ടായിരിക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവനെ വിളിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. ഒന്ന്, കുടുംബം അംഗബലമുള്ളതാ, ഏകനായിട്ട് വിളിച്ചു. ജാതിയിൽ ശ്രേഷ്ഠനാ, വിളിച്ചു വേർതിരിച്ചു. മാത്രമാണോ പട്ടണത്തിൽ ജീവിച്ചയാളെ കൽദിക പട്ടണമായ പട്ടണത്തിൽ നിന്നാണ് ദൈവം വിളിച്ചു വേർതിരിച്ചു. മാത്രമാണോ മെസപ്പൊട്ടോമിയ എന്നാണ് ദൈവം രക്ഷിച്ച്. ലോക സംസ്കാരത്തിൻ്റെ അമ്മത്തൊട്ടില്ല മെസപ്പൊട്ടോമിയ. അത് കഴിഞ്ഞ് ആ സിന്ധു നദിയുടെ സംസ്കാരവും മോഹൻജിദാരോ ഹാരപ്പൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ എല്ലാം കളിത്തോട്ടിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അവിടുന്ന് ദൈവം വിളിച്ചത്. അപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, കുടുംബം ശ്രേഷ്ഠം, ജാതിയിൽ ശ്രേഷ്ഠൻ, പട്ടണത്തിൽ ജീവിച്ചയാള്, സംസ്കാര സമ്പന്നമായ സ്ഥലം, വേറെ ഒത്തിരി ഉണ്ടോ, എല്ലാം വിവരിക്കുന്നില്ല. പക്ഷേ ദൈവം വിളിച്ചപ്പോൾ ഉടനെ ഇറങ്ങാൻ കാരണം എഴുതിയിട്ടുണ്ട്. അബ്രഹാം തേജോമയനായ ദൈവത്തെയാണ് കണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7:1-2. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ച അവൻ പറഞ്ഞു, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേട്ടുകൊള്ളുവി. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊട്ടോമിയയിലിരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അവൻ തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ കുടുംബമക വലുതായിട്ട് കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ ജാതിയുടെ ശ്രേഷ്ഠതയൊന്നും വലുതായി കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ പട്ടണത്തിലെ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ അവൻ സംസ്കാരത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, എൻ്റെ ഭാഷയാ ആത്മീക സംസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ച് ഇറങ്ങി. പക്ഷെ ഞാനെപ്പോഴും പറയും, ദൈവം വിളിച്ചത് അബ്രഹാമിനെയാ. അങ്ങനല്ലേ 7:1 ഇപ്പം വായിച്ചത്. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു. ഇപ്പം വായിച്ചു നിർത്തിയത് തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായ. തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായെന്ന.